തുറക്കും. രക്ഷകനാമോസ്തിയേ ശത്രുവീരണികൾ തകർക്കാൻ ശക്തിയും തുണയും തരേണം. മോക്ഷകവാടം തുറക്കും. രക്ഷകനാമോസ്തിയേ ശത്രുവീരണികൾ തകർക്കാൻ ശക്തിയും തുണയും തരേണം. ത്രിത്വൈക ദൈവത്തിലെന്നും സ്തോത്രമുണ്ടായിടേണം. സുഖത്തിലങ്ങേ വണങ്ങാം. ഞങ്ങൾക്കു കൃപ നൽകിടേണം. എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പാടാം. ആ ദിവ്യകാരുണ്യ കണ്ണുകളിലേക്ക് നോക്കി ദിവ്യകാരുണ്യത്തിന് രക്ഷകനായ യേശുവിന്റെ ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ട് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വലിയ കൃപയുടെ അനുഭവത്തിന് വിധേയമാക്കണമേ എന്ന് പരിശുദ്ധ സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആന്തരിക വിടുതൽ ലഭിക്കണമേ എന്ന് ദിവ്യകാരുണ്യത്തിന് ശക്തി ഒഴുകണമേ എന്ന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യത്തിൽ നിന്നും വിശുദ്ധമായ സൗഖ്യത്തിന്റെ കരം എന്റെ കുടുംബത്തിലേക്കും ജീവിതത്തിലേക്കും നീട്ടി എന്നെ രക്ഷിക്കണമേ എന്ന് ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചുകൊണ്ട് പാടാം. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവിക സാന്നിധ്യമാകുന്ന സ്നേഹത്തിന്റെ ഈ അഗ്നികുണ്ഡത്തിലേക്ക് എന്റെ ജീവിതത്തിന്റെ നീറുന്ന വേദനകളും എന്റെ ആകുലതകളും ഉത്കണ്ഠയും അഗ്നിയിൽ സമർപ്പിച്ചുകൊണ്ട് ആ സ്നേഹത്തിന്റെ അപ്പം എന്റെ ജീവിതത്തെ വിഴുങ്ങുകയും അഭിഷേകം ചെയ്യണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് പാടാം. പരിശുദ്ധ ഈ ലോകത്തെ രക്ഷിക്കണം. ദിവ്യകാരുണ്യത്തിന്റെ അഗ്നി കൊണ്ട് ഇരിക്കണമേ. ദിവ്യകാരുണ്യത്തിന് എന്റെ പൗരോഹിത്യത്തിലേക്ക് നിന്റെ കൃപയും നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കഥകടച്ചിരുന്ന ശിഷ്യന്മാരുടെ ഭയത്തിൽ കുളിർന്ന ജീവിതത്തിലേക്ക്, അരക്ഷിതാവസ്ഥയിലേക്ക്, ജീവിതത്തിന്റെ ശൂന്യതയിൽ നീന്തിത്തുടിച്ചവരിലേക്ക് ഉദ്ധിതൻ കടന്നു ചെന്ന് തോമാശ്ലീഹായോട് പറഞ്ഞ വാക്കുകൾ, ആ മുറിവിനെ നോക്കിക്കൊണ്ട് ജീവിതത്തിന്റെ ഇരുട്ടിൽ നിന്നും പുറത്തു കടന്ന ആ വിശ്വ മിഷണറിയുടെ വതരത്തിൽ നിന്നും പൊഴിഞ്ഞു വീണ ഏറ്റവും വലിയ പ്രാർത്ഥനയോട് നമുക്കും ഏറ്റുപറഞ്ഞ് നമ്മുടെ വിശ്വാസത്തിന്റെ വളർച്ചയെ കൃപയോടെ അഭിഷേകം ചെയ്യണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ആ മുറിവിനെ നോക്കി, ആ മുറിവിൻ്റെ
ഔദാശികമായ മാനം നാം കാണുന്നത് ദിവ്യകാരുണ്യത്തിലാണ്. ദിവ്യകാരുണ്യം ദൈവത്തിൻ്റെ തമ്പുരാന്റെ സ്നേഹത്തിലുള്ള മുറിവാണ്. ആ മുറിവിൽ ഏവർക്കും മുറിവേറ്റവർക്ക് അഭയമുണ്ടെന്ന് തിരിച്ചറിഞ്ഞു വേദനിക്കുന്നവർക്ക് തണലായി ദിവ്യകാരുണ്യം എല്ലാ വിശ്വാസത്തിൻ്റെ കുറവിലേക്ക് ആ തിരുമുറിവിൻ്റെ ജ്വാലയിൽ വിളിച്ചു പറഞ്ഞ മന്ത്രണം നിരന്തരമായി നമുക്കും വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ കണ്ടുകൊണ്ട് വിളിക്കാം, പാടാം. എല്ലാം സമർപ്പിച്ച് കരങ്ങൾ വിരിച്ചു പിടിച്ചുകൊണ്ട് പാടുകയും ദിവ്യകാരുണ്യത്തിലേക്ക് നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥയിലേക്ക്, നിങ്ങളുടെ മക്കളുടെ ജീവിത പ്രശ്നത്തിലേക്ക്, മദ്യത്തിനും മയക്കുമരുന്നിനും വിധേയമായി ജീവിതവും കുടുംബവും താറുമാറായി ജീവിതം കീറിപ്പോയ മനുഷ്യരിലേക്ക്, ഇഴിയെടുക്കാനാവാത്ത വിധം വിണ്ടുപോയവരിലേക്ക്, വരണ്ടുണങ്ങിയ വയലുപോലെ വിണ്ടുകീറിയ അവസ്ഥയിലേക്ക് കുളിർക്കാറ്റായി പുലർകാല മഞ്ഞുപോലെ ദൈവം ഇറങ്ങി വരുന്നതിന് വേണ്ടി കരുണയോടെ ആലപിക്കാം. എന്റെ കർത്താവേ, ദിവ്യകാരുണ്യത്തിലേക്ക് ദൃഷ്ടികളും മനസ്സും മനവും സമർപ്പിച്ച് എന്റെ ദൈവമേ, മുട്ടുമേൽ നിന്ന് കണ്ണുനീരോടെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ജീവിതത്തിന് ആരാധന. അത്ഭുതങ്ങളും അടയാളങ്ങളും നിരന്തരമായി നടക്കുന്ന ഈ ബലിപീഠത്തിലേക്ക് എന്റെ കർത്താവേ, എന്റെ ദൈവമേ, തീരാ രോഗങ്ങളാൽ വേദനിച്ചവരെ ജീവനിലേക്ക് പിടിച്ചുയർത്തിയ കൈപിടിച്ചുയർത്തിയ ഈ ദിവ്യകാരുണ്യത്തിന്റെ ആരാധനയുടെ വിടുതൽ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നവരെ സ്പർശിച്ചുകൊണ്ട് കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്, ഇന്ന് നിനക്ക് രക്ഷ ലഭിച്ചിരിക്കുന്നു. ആ സ്വരം കേൾക്കുവാൻ വീണ്ടും ആലപിക്കാം. എന്റെ കർത്താവേ, സ്വർഗം തുറന്നാലും എന്റെ ദൈവമേ, ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന നൂറുകണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അങ്ങേയ്ക്കായെന്നും ഈ ശുശ്രൂഷയിൽ വിവിധ രാജ്യങ്ങളിലെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ നാളത്തെ എൻ്റെ ശുശ്രൂഷയിൽ വചനപ്രഘോഷണ വേദികളെ, രോഗികളായിരിക്കുന്നവരെ, മദ്യത്തിനും മയക്കുമരുന്നിനും ഒരിക്കലും അതിൽ നിന്നും കരകയറാൻ പറ്റാത്ത വിധം തഴയപ്പെട്ടിരിക്കുന്ന വ്യക്തികളിലേക്ക് നിന്റെ കൃപ ചൊരിയണമേ എന്ന്, നിന്റെ കരുണയുടെ കണ്ണുകൾ കടാക്ഷമേൽക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിളിക്കാം അഭിഷേകത്തോടെ. എന്റെ കർത്താവേ, സ്വർഗം ജീവിതത്തിൽ താണിറങ്ങാൻ, എന്റെ ദൈവമേ, ചങ്കിലെ കല്ലെടുത്തു മാറ്റാൻ, അങ്ങേയ്ക്കായെന്നും ആരാധന. ജീവന്റെ തുടിപ്പും പ്രകാശവും ലഭിക്കുന്ന ലാസർ പുറത്തു വരാൻ, ആ കുഴിമാട മൂടിയിരുന്ന കല്ലുരുട്ടി മാറ്റാൻ ആവശ്യപ്പെട്ട തമ്പുരാൻ നമ്മുടെ പാപത്തിന്റെയും ശാപത്തിന്റെയും കെട്ടുകൾ അഴിച്ചു മാറ്റണമേ എന്ന്, ഉരുട്ടി മാറ്റണമേ എന്ന് യാചിച്ചുകൊണ്ട് നമുക്ക് അപേക്ഷിക്കാം. ദൈവമേ, കരുണ തോന്നണമേ എന്നുള്ള ആ ഈരടി രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് ആലപിക്കാം. നമുക്ക് ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവെന്നും സമീപസ്ഥനാണ്. കണ്ണുകളിലേക്കും ഹൃദയത്തിലേക്കും ജീവിതം സമർപ്പിച്ചുകൊണ്ട് വലിയ അത്ഭുതങ്ങൾ
അത്ഭുതങ്ങൾ നടക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലും ജീവിതത്തിലും ദിവ്യകാരുണ്യത്തിന് ശക്തിയാൽ. ആവിയാണു ഞാൻ ഈശോയെ, ഈ വിടുതൽ ശുശ്രൂഷയിൽ ഒരുപാട് ജന്മങ്ങൾക്ക് കൃപയേകണമേ എന്ന് പ്രേക്ഷിക്കുന്നു. ആവിയാണു ഞാൻ കരുണ തോന്നണേ ഇവരിൽ അലിവ് തോന്നണേ ആവിയാണു ഞാൻ നാഥ ആവിയാണു ഞാൻ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം നമുക്ക്. യേശുവേ നന്ദി, യേശുവേ ആരാധന 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 ആരാധന. വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ. തീരാരോഗ്യങ്ങളിൽ നിന്നും പൈശാചിക ബന്ധനത്തിൽ നിന്നും കുടുംബങ്ങളെ രക്ഷിക്കുവാൻ നിന്റെ ശക്തി ഒഴുകണമേ. രാജ്യത്തെ രക്ഷിക്കണമേ. നാളെ റിസൾട്ട് വരുമ്പോൾ കേരള സ്റ്റേറ്റിനെ നയിക്കുവാൻ നല്ലൊരു വ്യക്തിയെ തിരഞ്ഞെടുക്കുവാൻ നീ വഴി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും വിധേയമായ വ്യക്തികളെ സമർപ്പിക്കുന്നു. തെറ്റായ ജഡിക അഭിലാഷങ്ങളിലും പ്രേമബന്ധങ്ങളിലുമായിരിക്കുന്ന വ്യക്തികളിലേക്ക്, വിശ്വാസം നഷ്ടപ്പെട്ടവരിലേക്ക് എന്റെ ഈശോയെ ശുശ്രൂഷകളിലേക്ക് നിന്റെ കൃപയൊഴുകണമേ. ഈശോയെ തുടരണമേ തുടരണമേ. ബന്ധനത്തിന് കെട്ടുകളെറിയട്ടെ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ആരാധന 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 ആരാധന. ആരാധന 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 ആരാധന. കരങ്ങളടിച്ചുകൊണ്ട് ഒരു വിടുതൽ ഗാനം നമുക്ക് ആലപിക്കാം. ഓരോ ഗാനത്തിൻ്റെയും ഈരടിയിലും നിങ്ങളുടെ പ്രാർത്ഥനയും ഉയരട്ടെ. ഈ ഓൺലൈൻ ആരാധനയും വിടുതൽ ശുശ്രൂഷയും കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവിൻ്റെ ആ ഒരു കയ്യൊപ്പിനായി കൃപ നിറഞ്ഞ ഒരു സ്പർശനത്തിന് കാഴ്ചവെക്കാം, ഒരു കടാക്ഷത്തിന് കാഴ്ചവെക്കാം, ആ ഒരു ദർശനത്തിന് കാഴ്ചവെക്കാം. ദൈവമേ സൗഖ്യം തരണമേ എന്ന്. എന്തിനും പരിഹാരമുണ്ട് ഈ ദിവ്യകാരുണ്യത്തിൽ പ്രിയപ്പെട്ടവരെ. ഏതിനും ഉത്തരമുണ്ട് ഈ ദിവ്യകാരുണ്യ കണ്ണുകളിൽ. അതെ, നാം അറിയാതെ തന്നെ നമ്മളെ നയിക്കുകയും വിശുദ്ധീകരിക്കുകയും ആനന്ദത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളുടെ ഭാരം മുഴുവനും എന്നെ ഏൽപ്പിച്ച് എന്റെ ഭരണം സംജാതമാകുവാൻ വിട്ടുകൊടുക്കട്ടെ എന്നാണ് അവിടുന്ന് ആവശ്യപ്പെടുന്നത്. നമ്മുടെ ബിസിനസിന്റെ തകർച്ച, നമ്മുടെ കഴിവില്ലായ്മകൾ, പഠന വൈകല്യങ്ങൾ, പാതി വഴിയിൽ പഠനം നിർത്തിയവർ, കുടുംബസമാധാനം നഷ്ടപ്പെട്ടവർ, വിവാഹത്തിന്റെ തടസ്സങ്ങൾ പ്രായമായിട്ട് നടക്കാത്തവർ, നിരാശയിലും പ്രത്യാശ നഷ്ടപ്പെട്ടവർ, അകാല മരണത്തിന്റെ അകത്തളത്തിൽ വേദനിക്കുന്നവർ, ഒറ്റപ്പെടലുകളും ഏകാന്തതയും വിഴുങ്ങുന്നവർ, യേശുവിന് ഇടമുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിലെ വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്നരുളി ചെയ്ത തമ്പുരാൻ ആ ഒരു നമുക്കായി ഒരു ഇടമൊരുക്കിയിട്ടുണ്ട് ഹൃദയത്തിലും മനസ്സിലും. അതെ, there will be a place for in God. ദൈവത്തിൽ എനിക്കൊരു ഇടമുണ്ട്. ഒരു ദൈവം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. There is a God who is waiting.
ആൻഡ് ഒരു ദൈവം ഉദ്ധിതൻ എൻ്റെ കൂടെ നടക്കുന്നുണ്ട്. God who accompanies. എൻ്റെ പാപത്തിൻ്റെ കെട്ടുകളിലേക്ക് അവിടുന്ന് കൂടെ നടക്കുന്നുണ്ട്. എൻ്റെ പിടിവാശിയിലും ദുശ്ശീലങ്ങളിലും അവിടുന്ന് കൂടെ നടക്കുന്നുണ്ട്. എൻ്റെ അരക്ഷിതാവസ്ഥയിലും എൻ്റെ വിപുലമായ അധ്വാനങ്ങളിൽ കൂടെ നടക്കുന്നുണ്ട്. എല്ലാം അറിയുന്ന തമ്പുരാനിൽ ജീവിതം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കരങ്ങൾ അടിച്ചു പാടാം. അതൊരു വലിയ വിടുതലായി തീരട്ടെ. ആയിരങ്ങൾക്ക് സൗഖ്യവും ലക്ഷ്യബോധവും കൊടുത്ത ഈ വിടുതൽ ശുശ്രൂഷ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരട്ടെ, വരമായി കൃപയായി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എല്ലാവരും കരങ്ങൾ അടിച്ചുകൊണ്ടിരുന്നു, അടിച്ചു പാടുക. വിടുതലിനു വേണ്ടി, അഭിഷേകത്തിനു വേണ്ടി, സമാധാനമില്ലാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി, മാനസിക രോഗങ്ങളാൽ വേദനിക്കുന്നവർക്ക് വേണ്ടി, ആത്മഹത്യ ചെയ്ത സഹോദരങ്ങളുടെ ആത്മശാന്തിക്ക് വേണ്ടി, അബോർഷൻ നടക്കുന്ന രാജ്യങ്ങൾക്ക് വേണ്ടി വ്യക്തികളെ സമർപ്പിക്കുന്നു. ഈ ലോകം മുഴുവനെയും ആ കരത്തിൻ കീഴിൽ, ആ നാമത്തിൻ്റെ ചൈതന്യത്തിലേക്ക് സമർപ്പിക്കട്ടെ. എൻ്റെ ദൈവം തെറ്റുപറ്റിൽ എന്നെ രക്ഷിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പാടുകയും ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഞാനുണർന്നാൽ എൻ ദേശമുണരും. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ഞാനുണർന്നാൽ എൻ ദേശമുണരും. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഞാനുണർന്നാൽ എൻ ദേശമുണരും. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ഞാനുണർന്നാൽ എൻ ദേശമുണരും. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ജെറുസലേമും ഉണരും, ആത്മാവാൽ ഉണരും. എൻ ഭവനമാകും ജെറുസലേമും ഉണരും, ആത്മാവാൽ ഉണരും. എൻ സഭയാകും ജെറുസലേമും ഉണരും, ആത്മാവാൽ ഉണരും. നോക്കിക്കൊണ്ട് ഭവനമാകും ഈ സ്തുതിയുടെ സമയവും നമ്മുടെ ജീവിതത്തിലേക്ക് രക്ഷയുടെ അനുഭവം സഭയാകും ജെറുസലേമും ഉണരും, ആത്മാവാൽ ഉണരും. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഞാനുണർന്നാൽ എൻ ദേശമുണരും. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ഞാനുണർന്നാൽ എൻ ദേശമുണരും. ഉണർത്തണമേ, ഉണർത്തണമേ. സ്നേഹിതരാകും യൂദയായും ഉണരും, ആത്മാവാൽ ഉണരും. സ്നേഹിതരാകും യൂദയായും ഉണരും, ആത്മാവാൽ ഉണരും.
വിജാതീയരാകും സമരിയായും ഉണരും ആത്മാവാൽ ഉണരും. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാൽ എൻ ദേശമുണരും. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ഞാൻ ഉണർന്നാൽ എൻ ദേശമുണരും. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാൽ എൻ ദേശമുണരും. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ഞാൻ ഉണർന്നാൽ എൻ ദേശമുണരും. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ഇറങ്ങി വന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനസികവും ശാരീരികവും വൈകാരികവുമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരെ കെട്ടുകൾ അഴിക്കട്ടെ. പൈശാചികമായ ബന്ധനം എന്റെ പൗരോഹിത്യത്തിന്റെ നാമത്തിൽ തിരുരക്തത്തിന്റെ ശക്തിയാൽ ബലിയർപ്പണത്തിന്റെ യോഗ്യതകളാൽ എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ. വിശുദ്ധ കുരിശിന്റെ നാമത്തിൽ ഈ ഗാനത്തോടൊപ്പം ഉണരട്ടെ. നിർജീവമായ അവസ്ഥയിലുള്ള മാനസികവും ശാരീരികവുമായ അവസ്ഥയിൽ വലിയ കൃപയൊഴുകട്ടെ. എന്റെ കർത്താവേ, എന്റെ ചൈതന്യത്താൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എല്ലാ പൈശാചികമായ അവസ്ഥയിൽ വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവമേ, നിന്റെ കരുണ കൊണ്ട് നിറയ്ക്കട്ടെ. ഈ ദേവാലയ നിർമ്മാണത്തെ സമർപ്പിക്കുന്നു. ദൈവമേ, നീ ഇടപെടണമേ, നീ ഇറങ്ങി വരണമേ. നിന്റെ അഭിഷേക ആനന്ദം കൊണ്ട് നിറയട്ടെ. ഈശോയെ, ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. 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 വിടുതൽ കിട്ടട്ടെ, വിടുതൽ കിട്ടട്ടെ. ഈ നിമിഷം പാപത്തിന്റെ വികട്ടുകൾ അണിഞ്ഞു പോകട്ടെ. അതെ, ഉണരട്ടെ, ഉണരട്ടെ. ആത്മാവിന്റെ അഭിഷേകത്താൽ ശക്തി ഒഴുകട്ടെ, ശക്തി ഒഴുകുന്നു. ദിവികാരുണ്യത്തിൽ കൃപയൊഴുകുന്നു, കൃപയൊഴുകട്ടെ. കർത്താവേ, കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ. ഈശോയെ, കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ. ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിച്ചുകൊണ്ട് ആശീർവാദത്തിന് ഒരുങ്ങാം. യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 ആരാധന. ഈ ലോകത്തിന്റെ എല്ലാ തിന്മയുടെ ശക്തികളിലേക്ക് ഈശോയെ, വേർപെട്ട് കഴിയുന്ന ദമ്പതികളെ ഒന്നിപ്പിക്കട്ടെ. എല്ലാ ഈ ലോകത്തെ വിഴുങ്ങുന്ന തിന്മ മുഴുവനും യേശുനാമത്തിൽ രക്ഷ നൽകട്ടെ. കർത്താവേ,
വിട്ടുപോകട്ടെ. എന്റെ ദൈവമേ, നിന്റെ കരുണ കൊണ്ട് നിറയട്ടെ. സ്വർഗം തുറക്കണമേ. എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ ദൈവമേ, ഈ നിമിഷം നിങ്ങളുടെ ഏറ്റവും വലിയ നിങ്ങളുടെ ജീവിതത്തിന്റെ നിഷ്ഫലമായ ധ്വാനങ്ങളിലും നിരാശയിലും ദിവ്യകാരുണ്യത്തിന്റെ അഗ്നിയാൽ നിങ്ങൾ അഭിഷേകം ചെയ്യപ്പെടട്ടെ. കരുണ തോന്നണമേ. അത്യുന്നതന്റെ ശക്തി ഈ രാത്രിയില് ഈ വിടുതൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്ക് ചെറിയൊരു ചിന്ത. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം നിങ്ങൾ മുഴുവനും വായിക്കണം. അതിനകത്ത് കർത്താവ് പറയുന്ന ഒരു വചനം മനസ്സിൽ കുറിക്കണം: വലതുവശം നോക്കി വലയെറിയുക. ജീവിതത്തില് നിരാശയിൽ പ്രതീക്ഷയില്ലാതെ ആരെങ്കിലുമൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടത് തിരികെ ലഭിക്കാൻ, അത് വിശ്വാസമാകാം, സ്നേഹമാകാം, തകർന്ന ദാമ്പത്യ ബന്ധങ്ങൾ, മക്കളെ പറ്റിയുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് വലതുവശം നോക്കി വലയെറിയുക. ജീവിതമാകുന്ന വല യേശുവാകുന്ന വ്യക്തിത്വത്തിന്റെ ദിവ്യകാരുണ്യത്തിന്റെ ആ പ്രഭയിലേക്ക് കൊടുത്തുകൊണ്ട് വലതുവശം തിരഞ്ഞെടുക്കുക. പ്രതീക്ഷയുടെ വശം, നന്മയുടെ വശം, സ്നേഹത്തിന്റെ വശം, മാനസാന്തരത്തിന്റെ വശം, നിലവിളിയുടെ കുർബാനയെ നോക്കി ഈ വശം തിരഞ്ഞെടുത്ത് പരിപൂർണമായി സമർപ്പിക്കുമ്പോൾ ഏറെ നാളുകൾക്ക് ശേഷം, ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ജീവിതമാകുന്ന വല നിറയെ കൃപയുടെ, സൗന്ദര്യത്തിന്റെ, സന്തോഷത്തിന്റെ ഫ്രഷായി മീൻ തുടിക്കുന്നു. അത് ദൈവത്തിന്റെ കരമാണ്. പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, നിന്നെ ഞങ്ങൾ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. ഈ ഒരു ശുശ്രൂഷയ്ക്ക് ഒരുങ്ങിയ സഹോദരങ്ങളെ, അരുണിനെയും മകനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ ശക്തി ഒഴുകണമേ. അജിത്തിനെയും കുടുംബത്തെയും സമർപ്പിക്കുന്നു. തകർന്ന കുടുംബങ്ങളെ ഒരു അവസ്ഥയെയും സമർപ്പിക്കുന്നു. എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷകളെ, ദേവാലയ നിർമ്മാണത്തെ, ഈ ദേവാലയത്തിൽ നടക്കുന്ന ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും നടക്കുന്ന വിടുതൽ ശുശ്രൂഷകൾ, ആയിരക്കണക്കിന് മനുഷ്യർ സൗഖ്യപ്പെടുന്ന അനുഭവത്തിന് നീ ഒരുക്കിയതിന് നന്ദി പറയുന്നു. ലോകം മുഴുവൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരിലേക്ക് നിന്റെ വിടുതലിന്റെ കരം കൊടുത്താലും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന ഇവിടുന്ന് കേട്ടുള്ളണമേ. ആശീർവാദത്തിന് ഒരുങ്ങാൻ നമുക്ക് കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യത്തെ നോക്കി, ബലമല്ല കൃപയാണെന്നുള്ള ഈരടിപാട, അധികാരമല്ല ശുശ്രൂഷയാണ് പാഠമെന്ന് പഠിക്കണം. ജീവിക്കുന്ന കർത്താവിൻ്റെ ദിവ്യകാരുണ്യ മുഖം എൻ്റെ ജീവിതത്തിൻ്റെ സർവസ്വവുമായി തീരാൻ, ലോകം മുഴുവനും പങ്കുവയ്ക്കാൻ ദൈവമേ വഴി തുറക്കണമേ. എൻ്റെ പാപങ്ങൾ കണക്കിലെടുക്കാതെ ഈ ശുശ്രൂഷ ലോകത്തിലേക്ക് ഇറങ്ങി വ്യാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ധനമല്ല
പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.